ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ വന്നിരിക്കുന്നത് എക്സ്റ്റേണൽ ലവ്, റിലീസ്, ഹാർമണി ആൻഡ് ഇൻഡ്യൂഷൻ ആണ്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർ നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റിൽ കൂടുതൽ പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ അവരുടെ ഉള്ളിൽ മാത്രം വെച്ചിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഇൻറ്റ്യൂഷൻ അവരോട് ഇപ്പോൾ പറയുന്നുണ്ട്, അവരുടെ ഇന്നർ സോള് അവരോട് തന്നെ പറയുന്നുണ്ട്, ഈ ഒരു മനസ്സിൽ വെച്ചിരിക്കുന്ന സ്നേഹമെല്ലാം ഇനിയെങ്കിലും പുറമെ, അതായത് പ്രകടമായിട്ട് തന്നെ നിങ്ങളിലേക്ക് നൽകണം. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ലെസ് കോണ്ടാക്റ്റോ അല്ലെങ്കിൽ സെപ്പറേഷൻ സ്റ്റേജോ അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതെല്ലാം പൂർണ്ണമായും ലെറ്റ് ഗോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അർഹമായ സ്നേഹത്തെ അത് നിങ്ങളിലേക്ക് തന്നെ നൽകി ഈ ഒരു ബന്ധത്തിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണം. റിലേഷൻഷിപ്പ് നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. നിങ്ങളെ എല്ലാ രീതിക്കും അവരുടെ ലൈഫിൽ അവർ ലോങ് ടേം ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് അവർക്ക് വന്നിരിക്കുന്ന തിരിച്ചറിവുകൾ തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം അവരുടെ ഇൻറ്റ്യൂഷൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റം വേണം എന്ന് അവർ ചിന്തിക്കാൻ കാരണം അവർക്ക് പെട്ടെന്ന് ഒരു ഗൈഡൻസ് പോലെ അല്ലെങ്കിൽ അവർക്കൊരു തിരിച്ചറിവ് വന്നിരിക്കുന്നു. അവരുടെ ഇന്നർ വോയിസ് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത് റിലേഷൻഷിപ്പ് എക്സ്റ്റേണൽ ലവ് എന്ന് വെച്ചാൽ പുറമെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഇങ്ങനെ അടക്കി വെക്കാതെ പുറമെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായി റിലീസ് ചെയ്ത് ഈ ഒരു റിലേഷൻഷിപ്പിനെ നിലനിർത്തണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യമാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ്.